ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുബൂസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഒരു ഗ്ലാസ്സിലോട്ട് ഇളം ചൂടുള്ള 1/4 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഇനി ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അടുത്തതായി ഒരു വലിയ പാത്രത്തിലോട്ട് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. മൈദയിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. 3/4 കപ്പ് ഇളം ചൂടുള്ള പാല് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക. ടോട്ടൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കൈവച്ച് നല്ല പോലെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണമെങ്കിലും കുഴക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും. നല്ല കുബൂസ് നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ നല്ല പോലെ കുഴച്ചെടുക്കണം. കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടിക്കൊടുത്ത് എല്ലാ സൈഡിലും നല്ല പോലെ പുരട്ടി കൊടുക്കുക. ഇനി ഇത് മൂടി വെക്കാം. 3 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പോലെ പൊങ്ങി കിട്ടീന് നമ്മളെ മാവ്. ഇനി ഇത് ഒരിക്കലും കൂടി നല്ല പോലെ കുഴച്ചെടുക്കുക. ഇനി ഇത് മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കുക. 4 കപ്പ് മൈദ വെച്ച് ടോട്ടൽ 20 മീഡിയം സൈസിലുള്ള ബോൾസായി കിട്ടീന്. ഇനി ഇത് ഓരോന്നോരോന്നായി പരത്തിയെടുക്കാം. അധികം തിന്നായി പരത്തിയെടുക്കണ്ട, ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഒരു പാൻ വെച്ച് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. ഇതുപോലെ ബബിൾസായി വന്നാൽ മറിച്ചിട്ട് കൊടുക്കുക. നല്ല കട്ടിയുള്ള പാൻ ആയതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. നന്നായി പൊങ്ങി വരുന്നുണ്ട്. ഇതിനെ കുബൂസ്, അറബിക് ബ്രെഡ്, പീറ്റ ബ്രെഡ്, ഷവർമ, റൊട്ടി അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. മുട്ടയോ തൈരോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.